അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഹാപ്പി ഈസ്റ്റർ. നമ്മുടെ ഈസ്റ്റർ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അത് കാണാനില്ലെന്നേ. എവിടെ പോയെന്നൊരു പിടുത്തവും ഇല്ല. അപ്പോൾ അതേ ശനിയാഴ്ച വൈകുന്നേരം തുടങ്ങിയുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഈ കാണിക്കണത്. അപ്പോൾ ചിക്കനും പിന്നെ അതുപോലെ തന്നെ പോർക്കും ഒക്കെ കഴുകി വൃത്തിയാക്കാനാണ് കേട്ടോ കാണുന്നത്. ചിക്കൻ വറക്കാനുള്ളത് കൊണ്ടിട്ട് തന്നെ ഞാൻ ചില്ലി ചിക്കൻ്റെ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ തന്നെ ഓർത്ത് വെച്ചതായിരുന്നു ഈസ്റ്ററിന് മുമ്പായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കി അടിച്ച് വെക്കണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇനി പിന്നെ അത് പൊളിക്കാൻ നടക്കണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ ഒന്നിനും സമയം കിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിക്കണ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ നടക്കാറില്ല. ഞാൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്യും, പക്ഷെ ഒന്നും നടക്കാറില്ല. അപ്പോൾ അതേ സവോളയൊക്കെ പൊളിച്ച് വെക്കണമെന്നൊക്കെ എല്ലാം വിചാരിച്ചതാണ് ബോക്സിലാട്ടാക്കിയിട്ട്, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ അതേ ചിക്കൻ്റെ അകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ കല്ലിൽ, നമ്മുടെ ഇടികല്ലില്ലേ കുഞ്ഞിക്കല്ല്, അതിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളായിട്ട് മഞ്ഞപ്പൊടിയും പിന്നെ മുളക് പൊടിയും പിന്നെ നമ്മുടെ ചതച്ച മുളക്, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ സാധാരണ ഈ ബീഫ് കറിക്കൊക്കെ എടുക്കണ ഗരം മസാല പൊടിയില്ല, നമ്മൾ വീട്ടിൽ പൊടിച്ചത്, അതാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പും തൈരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ട് ഞാനൊരു ബോക്സിനകത്തോട്ടാക്കി മാറ്റി വയ്ക്കും. പിന്നെ രാത്രി ചോറ് കഴിക്കണ സമയത്ത് പിള്ളേർക്ക് വേണമെന്ന് പറയാനാണെങ്കിൽ ഇത്തിരി എടുത്ത് അങ്ങോട്ട് വറക്കും കേട്ടോ. ഈ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുന്ന സമയത്തില്ലേ നമുക്ക് ഈ ഇറച്ചിക്കടയിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ പോർക്കും താറാവും ഒക്കെ ഒന്നും കട്ട് ചെയ്ത് കിട്ടില്ല കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ഞങ്ങൾ വാങ്ങാത്ത സ്ഥലത്തു നിന്നാണ് കേട്ടോ, പുതിയതായിട്ടുള്ളൊരു കടയിൽ നിന്ന്. പുതിയതായിട്ടല്ല, ആ കട പഴയത് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ട് പോയി വാങ്ങണതാണ് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ബീഫൊക്കെ കട്ട് ചെയ്താണ് തന്നത്. പോർക്ക് മാത്രം നമുക്ക് അറിയാതെ കിട്ടി. പിന്നെ താറാവിന് പോർക്ക് പിന്നെ നല്ല നമ്മുടെ ചേട്ടൻ തന്നെ ആയതുകൊണ്ട് നല്ല സൂപ്പർ പോർക്കാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതിനെ മാത്രം ഒന്ന് അരിയേണ്ടി വന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ താറാവ്, അതാണ് ഇരട്ടി പണി. ആ പണിയിലോട്ടാണ് ഞാനിപ്പോൾ കടക്കാൻ വേണ്ടി പോണത്. അപ്പോൾ അതൊക്കെ എല്ലാം മറ്റേ നമ്മുടെ ചിക്കനൊക്കെ പുരട്ടിയതൊക്കെ സെറ്റാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ താറാവിൻ്റെ പൂട പറിക്കാൻ വേണ്ടി പോണേണ് കേട്ടോ. അപ്പോൾ ഒരാളിത് ഇടക്കും തലക്കൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. തലയൊക്കെ എത്തിച്ച് നോക്കിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കണതെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നെയാണ്. ഇടക്കിടക്ക് ഇങ്ങനെ വന്നും പോയി ഇരിക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് തേച്ച് കഴുകി വെച്ചിട്ട് നമുക്ക് താറാവിൻ്റെ പൂട പറിക്കാൻ പോകാമെന്ന് കരുതി. താറാവിന് ശരിയാക്കാട്ടതേ കൂടെയൊക്കെ നന്നായിട്ട് പറിച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ പറിക്കാൻ തോറും കൂടി വരും എന്ന് പറയണേ എനിക്കറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ നമുക്ക് പറിച്ച് കളയാം. ഇത്തിരിയൊക്കെ ഉണ്ട്. അവിടെ പറഞ്ഞിട്ടും കാര്യമില്ല, എന്തോരം പേരാണ് വന്നത്. പുറത്തിരുന്ന് ചെയ്യാം. ഇതിൻ്റെ കൂടെ വായിപ്പോയാൽ കുഴപ്പമില്ല. പോർക്കിൻ്റെ പോകുമ്പോഴാണ് അല്ലേ പോർക്കിൻ്റെ പറഞ്ഞേട്ടത് ഇതില്ലേ വർത്താനം പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരുമെന്ന് പറയുന്നത് നേരാണെന്ന് അറിയാൻ പാടില്ല. പൊന്നോ അതെ, രോമൊക്കെ മൊത്തം വന്നിട്ട് ചിറക് വെച്ചിട്ട് പോകും. അറിയില്ല, അങ്ങനെ പറഞ്ഞേ. അതില്ലേ പിന്നില്ലേ അവര് കളറുന്ന സാധനം കണ്ടോ, ക്ലിപ്പ് പോലത്തെ ആ നമ്മ പിടിക പ്ലക്കറുണ്ട്, അത് വെച്ചാൽ അതെന്റെ അടുത്തുണ്ടല്ലോ. അത് വെച്ചാണ് ഒരു പ്രകാരം സ്പീഡ്. ഇങ്ങനെ കിട്ടി എടുക്കാൻ സുഖമാണല്ലോ. അത് വെച്ചാൽ ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ പറ. ഞാൻ ഓർക്കൂട്ടി ഇവരെന്തോരം നേരം ഇങ്ങനെ കൈ കൊണ്ട് കിള്ളൂന്ന്. 4 പേരാറ്റി ഉണ്ടായിരുന്നല്ലേ എൻ്റെ ഉള്ളില്. പറഞ്ഞല്ലേ രാവിലെ പോയിട്ട് 11 മണിക്ക് പോയിട്ട് അത് അത്ര നേരത്തെ പോയിട്ടാണ് ആ പാകം. അപ്പം നമ്മൾ 7 മണിക്കാ 8 മണിക്കാ അല്ലെങ്കിൽ നിങ്ങൾ ഓട്ടം കഴിഞ്ഞിട്ടാ പോണെങ്കിലാ നോക്കണ്ട. ഇവിടുത്തെ പണിയൊന്നും നടക്കൂല. അത് കഴിക്കണതും കഴിക്കാത്ത കണക്കാണ്. അപ്പം ഞാൻ ഈ പണികളൊക്കെ വേഗം കൂട്ടി വെക്കണ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് 2-3 പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പൂടെ ഇങ്ങനെ കരിച്ച് കളയാമെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ ഞാനിതുവരെയൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഒരു വട്ടം വാങ്ങണ സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ താറാവിനെയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിനകത്തോട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഇത്തിരി ഗരം മസാലപ്പൊടിയും പിന്നെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിസിലടിക്കട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് പോർക്കിൻ്റെ പണി നോക്കാം കേട്ടോ. അപ്പോൾ പോർക്കിന് വേണ്ടിയിട്ട് 2 സവോളയും പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ നന്നാക്കി എടുക്കാനാണ്. നമുക്കിനി പോർക്കിന് എല്ലാം കൂടെ തിരുമ്മി പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ.
അപ്പോൾ അതെ നമുക്ക് ഇനി മൺചട്ടിക്കകത്തോട്ടേ നമ്മുടെ പോർക്കിനെ കൊട്ടിയിടാം കേട്ടോ. ഇനി പൊടികളായിട്ട് ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കാം. ഇപ്പോൾ 1 കിലോ പോർക്കിന് നമ്മൾ എടുക്കുന്ന മസാലപ്പൊടികളില്ലേ അതിൻ്റെ നേർ പകുതിയാണ് കേട്ടോ ഇപ്പോൾ ഇതിൽ തിരുമ്മി പിടിപ്പിക്കേണ്ടത്. ബാക്കി നമ്മൾ ഈ വരട്ടി എടുക്കുമ്പോൾ ഉള്ളിയിൽ മൂപ്പിക്കാനുള്ളതാണ് കേട്ടോ, ഉള്ളിയൊക്കെ ഇട്ട്. അപ്പോൾ അതേ ചട്ടിക്കകത്തിട്ട് നന്നായിട്ടെല്ലാം കൂടെ തിരുമ്മി പിടിപ്പിച്ച് നമ്മുടെ ചെറിയ കുക്കറിൽ ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കുവേ. അപ്പോഴേക്കും നമ്മുടെ താറാവിന് 3 വിസിലടിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ഓഫാക്കി. താറാവ് 3 വിസിലായിട്ട് നമുക്ക് ഓഫാക്കാം. പിന്നെ ഞാൻ ചെയ്യണ ഈ മണ്ടത്തരമൊന്നും ആരും ചെയ്യരുത് കേട്ടോ. കുക്കറിൽ ഇങ്ങനെ തിക്കി പൊട്ടിയൊന്നും വെക്കരുത്. തിക്കി പൊത്തി വെക്കരുത് കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ചെയ്തു പോണതാണ് ഇങ്ങനെ. അപ്പോൾ ഇല്ലേ ഞാനിവിടെ കുക്കർ ഓൺ ചെയ്തിട്ട് പിന്നെ ഒരു 7 മൈൽ അകലും കൂടെ മാറിയാണ് കേട്ടോ നിന്നത് പേടിച്ചിട്ട് കുക്കർ എങ്ങനെ പൊട്ടിത്തെറിച്ചാലോ എന്ന് കരുതി. പിന്നെ അതുപോലെ തന്നെ എരുമിറച്ചി മേടിച്ചിട്ടപ്പോൾ അത് എരുമിറച്ചി വിനാഗിരി ഇറച്ചി വയ്ക്കാം എരിവിറച്ചി. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇപ്പോൾ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും ഒക്കെ അരച്ച് പൊടിയും മുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ഉപ്പൊക്കെ കൂടി വിനാഗിരി കൂടി നല്ലപോലെ കൂട്ടി തിരുമ്മി പിടിപ്പിച്ച് അടപ്പത്ത് വേവിക്കാൻ വെക്കും. അല്ലാതെ നമ്മൾ സവാളയൊക്കെ വഴറ്റി വെക്കണതൊക്കെ ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമുക്ക് ഇച്ചിരി ഇഷ്ടത്തിനുള്ളത് വേവിച്ച് വെക്കണം. കിടാവിറച്ചി തേങ്ങ കൊത്തിട്ട് വറക്കാന്ന് കരുതിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് വെറുതെ വേവിച്ച് വെക്കണം. ഇഷ്ടത്തിനുള്ളത് വേവിക്കണം. ഇപ്പം നമുക്ക് എരിവിറച്ചിക്കുള്ളത് അടപ്പത്തോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തട്ടിക്കൂട്ട് ബീഫ് വിന്താലും ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കിടാവിറച്ചിയാണ് ആ ഊട്ടപാത്രത്തിലാക്കി വെച്ചേക്കണത് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ പ്ലേറ്റിലിരിക്കുന്ന ബീഫ് വേണ്ട അത് ഇഷ്ടം വയ്ക്കാനുള്ളതാണ് കേട്ടോ. അത് നമ്മുടെ കുഞ്ഞി കുക്കറിലോട്ട് ഞാൻ പകർത്തിയിട്ട് അതിനകത്തോട്ട് പട്ടയും ഗ്രാമ്പും ഏലക്കൊക്കെ ഇട്ട് ഒരു 2-3 വിസിൽ കേൾപ്പിച്ച് അവിടെ വയ്ക്കും. എന്നിട്ട് പിന്നെ ആവിയൊക്കെ പോയി ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കും കേട്ടോ. എന്നിട്ട് നാളെ പിന്നെ ഒന്നുകൂടെയൊക്കെ വേവിച്ചെടുക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ കിടാവിറച്ചിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ കുക്കർ ഒഴിഞ്ഞിട്ട് വേണം. കുക്കറാണെങ്കിൽ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഇങ്ങനെ അടപ്പത്ത് ഇങ്ങനെ മാറി കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കുക്കറില്ലാച്ചെങ്കിൽ ഞാൻ പെട്ടുപോയാനേ. പിന്നെ എരിവിറച്ചി അത് വെന്ത് വന്നപ്പോഴത്തേക്ക് അത് ചട്ടിക്കകത്തോട്ട് പകർത്തിയിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ അതൊന്ന് വരട്ടിയെടുക്കണതാണ് ഈ കാണുന്നത്. പിന്നെ പാത്രങ്ങളുടെ കാര്യം പറയണ്ടല്ലോ, ഇങ്ങനെ മല പോലെ വന്നുകൊണ്ടിരിക്കണേ. പിന്നെ ഞാൻ കുറച്ച് കൂട്ടിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഒപ്പം തേച്ച് കഴുകണയാണ് കേട്ടോ. ആ പണിയുടെ ഇടയ്ക്ക് അങ്ങോട്ട് കഴുകി മാറ്റാൻ പറ്റിയില്ല. പിന്നെ അതേ കൊച്ചുങ്ങ് ചോറിനാൻ വേണ്ടി ഇത്തിരി ചിക്കനും കൂടെ വറുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചോറിനാൻ വേണ്ടിയിട്ട് രാത്രിത്തേക്ക് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ബീഫും ചിക്കനും ഇഷ്ടമുള്ളതൊക്കെ എല്ലാം വേവിച്ച് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചേക്കാനാണ് കേട്ടോ. ചൂടാറിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേർക്ക് ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ ഒരു 10:30 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുർബാന കൂടാൻ വേണ്ടി പോകാൻ പോണേ. ആമി ആ സാധനങ്ങളൊക്കെ എല്ലാം ചോറ് നെയ്യുമ്പോൾ എടുത്ത് വെക്കണം കേട്ടോ. എല്ലാം വലിച്ചു വാരി അവിടെ ഇടണം. ഒരാൾ ഇവിടെ ഇരുന്ന് ചോറ് കഴിക്കണം. വെള്ളം തരട്ടെ? വെള്ളം കുടിച്ചിട്ട് ചോറെല്ലാം വാരി തിന്നണം. ചോറ് മതിയാക്കാൻ പറ്റില്ല. വായനയൊക്കെ കുർബാനയ്ക്ക് കുറേ ഉള്ളത് കൊണ്ടിട്ട് ഇന്ന് കുർബാന കഴിയുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആമിക്കുട്ടിയൊക്കെ ഉറങ്ങിപ്പോവും. പിന്നെ നമ്മൾ എടുത്തുകൊണ്ടൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കൊച്ചുങ്ങളെ കൊണ്ടുവരാനത്. പിന്നെ ആല് രാവിലെ പള്ളിയിൽ പോയിക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ചേട്ടനും മാത്രമാണ് കേട്ടോ ഈ പോണത്. അപ്പോൾ കയ്യിലുള്ളത് പുത്തൻവെള്ളമാണ് കേട്ടോ. പുത്തൻവെള്ളം എടുക്കാനുള്ള കുപ്പിയാണ്. പിന്നെ പള്ളി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ തിരി വാങ്ങിയില്ലല്ലാന്ന്. പിന്നെ തൊട്ടപ്പുറത്തെ കട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ അതേ ചേട്ടൻ പോയി കടയിൽ നിന്ന് മെഴുകുതിരിയൊക്കെ വാങ്ങണേണേ. നമുക്കിന്ന് പള്ളിയിൽ നിന്ന് വെഞ്ചരിച്ച പുത്തൻ വെള്ളമൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളൊരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെയില്ല നമ്മൾ ഇടവക മാറുക കേട്ടോ. നമ്മൾ മസ്രത്ത് ഇടവകയിലോട്ട് മാറിയ കാര്യം ഞാൻ സ്നേഹപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു. നമ്മൾ ബീച്ച് റോഡിലായിരുന്നതല്ല 3 വർഷമായിട്ട് നമ്മൾ ഇടവക മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ വർഷങ്ങളായി നമ്മൾ മുണ്ടമ്പിൻ്റെ ഇടവക തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഇടവക സത്യം പറഞ്ഞാൽ മാറാനായിട്ടൊരു താല്പര്യം ഇല്ല. നമ്മൾ നേരത്തെ തുടങ്ങിയുള്ള ഇടവക അതാണല്ലോ. അപ്പോൾ പിന്നെ മാറുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ആയി. പിന്നെ യൂണിറ്റിലൊക്കെ പോകാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ നസ്രത്തോട്ട് മാറി കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും അടുത്തല്ലേ എന്ന് കരുതി. അപ്പോഴത്തെ പള്ളിയിൽ കുർബാന പുറത്തായിരുന്നു കേട്ടോ. പാതിര കുർബാനയ്ക്ക് ആമീനെയൊക്കെ കൊണ്ടുവരാനത് തന്നെ ഒരു കാര്യം ഓർത്താൽ നന്നായെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം കുർബാന ഒരു പകുതി ആയപ്പോഴത്തേക്കും ഒരു മഴ അങ്ങോട്ട് പെയ്തു. എൻ്റെ പൊന്നെ ആൾക്കാർക്കൊക്കെ എങ്ങോട്ട് ഓടണമെന്നായിപ്പോയി. ലാസ്റ്റ് പള്ളിയൊക്കെ തുറന്ന് എല്ലാവരും കൂടെ പള്ളിയിൽ ഓടിക്കയറി. പിന്നെ കുറച്ച് പേര് കുരിശുവരുടെ അവിടെയൊക്കെ നിന്ന് വെച്ച് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ കുർബാന കൂടിയത് കേട്ടോ. പിന്നെ കുർബാന കഴിയാറായപ്പോഴാണ് മഴയ്ക്ക് ഒരു ശമനം കിട്ടിയത്. ഞങ്ങൾക്കാണെങ്കിൽ ഇരിക്കാനും സീറ്റ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പിന്നെ നിന്ന് കാലും നടുവും ഒക്കെ കഴിച്ച്. പിന്നെ മഴ കഴിഞ്ഞ് കുർബാന തീരാറായപ്പോഴാണ് ഒരു കസേര കിട്ടിയതിരിക്കാൻ വേണ്ടിയിട്ട്.
അങ്ങനെ വന്നപാടെ ഒരൊറ്റ ഉറക്കം ഉറങ്ങി കേട്ടോ. ആ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉഷാറായി. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടി ഇഷ്ടവും അപ്പവും ഉണ്ടാക്കാൻ വേണ്ടി പോകണതാണ് കേട്ടോ. ഇനി ഞാനിവിടെ നഗ്ന സത്യം പറയാം, ഇന്നലെ പണികളുടെ ഇടക്ക്, അതായത് പണിത്തിരക്ക് കാരണം ഞാൻ അപ്പത്തിന് പച്ചരി വെള്ളത്തിലിടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് ഓടിപ്പോയി രാവിലെ പോയി മേടിച്ചിട്ട് 1 മണിക്കൂർ കുഴച്ച് വയ്ക്കണ പൊടിയില്ലേ, അതാണ് കേട്ടോ മേടിച്ചത്. പക്ഷേ അതെനിക്ക് വലിയ തൃപ്തി ആയില്ല. എങ്കിലും കുഴപ്പമില്ല, അപ്പം ഇല്ലെങ്കിൽ പിന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു ഉണ്ടാകില്ല ഈസ്റ്ററും ക്രിസ്മസൊക്കെ വരുമ്പോൾ. ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്, എങ്കിലും അപ്പം വേണമല്ലോ. അപ്പോൾ ഇഷ്ടത്തിനുള്ള പണിയാണ് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനോടൊക്കെ അപ്പവും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരടപ്പിൽ അപ്പവും ഒരടപ്പിൽ ഇഷ്ടവും വെച്ചുകൊണ്ടിരിക്കണേണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇല്ലേ, സാധാരണ നമ്മൾ കഴിക്കൂലേ എല്ലാ ദിവസവും, അതേ ആ ഒരു സമയത്ത് കറക്റ്റ് കഴിക്കാൻ പറ്റാറില്ല കേട്ടോ. ഈ ക്രിസ്മസ് ഈസ്റ്ററൊക്കെ വരുമ്പോൾ കുറച്ച് വൈകും. ഒന്നാമത് വീഡിയോ എടുക്കണതും പിന്നെ ഞാൻ തനിയെ ആയതുകൊണ്ടിട്ട് കുറച്ച് എന്താണെന്നറിയില്ല, എപ്പോഴും അങ്ങനെ വൈകാറുണ്ട് കേട്ടോ ഈ പെരുന്നാൾ വന്ന ദിവസങ്ങളിലൊക്കെ. ഈ വീഡിയോ എടുക്കും കൂടെ ആവുമ്പോഴേ നമ്മൾ ഈ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കുന്ന പണികളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി സമയമാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ കുറേ സമയങ്ങൾ അങ്ങനെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കശുവണ്ടിയൊക്കെ വറുത്തതിലിടുന്നുണ്ട് കേട്ടോ. മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലല്ലേ അതെല്ലാം പെറുക്കി കളയാറാണ് പതിവ്. ഈ പെറുക്കി കളയാൻ വേണ്ടിയിട്ട് അതിൽ വറുത്തിട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് കശുവണ്ടി മാത്രം വറുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ അപ്പവും ഇഷ്ടവും ബ്രെഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഇഷ്ടു എന്ന് പറയണത് സ്റ്റൂ എന്നാണെന്ന് എനിക്കറിയാം, എങ്കിലും നമ്മളുടെ അപ്പം ഇഷ്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയണത്. അപ്പനെയാണെങ്കിൽ കൂട്ടുകാരിങ്ങനെ ചെവിയും തന്നെ തരാണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനാണ്, വേറെന്തിനുമല്ല, ചെറുതടിക്കാൻ. അപ്പോൾ അപ്പന് ധൃതി. അങ്ങനെ അപ്പം വേഗം ഇരുന്നു. ഞാൻ പിന്നെ വിളമ്പി വെച്ചപ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭക്ഷണം നമ്മളെ കാത്തിരിക്കാൻ പാടില്ല, നമ്മളാണ് ഭക്ഷണത്തെ കാത്തിരിക്കേണ്ടതെന്ന്. അങ്ങനെ പിന്നെ ഞാനും കൂടെ കഴിച്ചു. അതിന് ശേഷം പിന്നെ ഞാനിനി ഉച്ചക്കത്തെ പണിക്ക് വേണ്ടിയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറാൻ വേണ്ടി പോണേണേ. നമ്മൾ ഇന്നലെ എല്ലാം വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനത് ഐസ് പോകാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെച്ച്. അപ്പോൾ ആദ്യം നമുക്ക് താറാവ് കറി വയ്ക്കാം കേട്ടോ. ഇത് ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് സവോളയും പച്ചമുളകും മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടാണ്. ആലു ടിവിയുടെ സൗണ്ട് കുറച്ച് വെച്ചേ. മഞ്ഞപ്പൊടി ഉപ്പും കുരുമുളക് പൊടി ഇച്ചിരി ഗരം മസാലപ്പൊടി ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചേക്കണം. ഇത് നമുക്കിനി സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വഴറ്റാം. സവോള നന്നായിട്ട് വഴണ്ട് വിട്ടിട്ട് കേട്ടാ. അപ്പം ഞാൻ ഇന്നലെ പിലോപ്പിയൊക്കെ വെട്ടിത്തേച്ച് കഴുകി വരഞ്ഞ കരപ്പൊക്കെ പൊത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അത് വറക്കാം. പിന്നെ എരിവറച്ചി ഇന്നലെ ഞാൻ ഒരു കുഞ്ഞിത്തിരിക്കോളം ഉള്ളു കേട്ടോ. ഞാൻ എപ്പോഴും ഇച്ചിരി അധികമൊക്കെ വയ്ക്കും എരിവറച്ചൊക്കെ. പിന്നെ കുറേ ദിവസം, കുറേ അല്ല, ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കുമല്ലോ, ചീത്താവൂല. അപ്പം ഞാൻ പിന്നെ അതിലിട്ട് വെച്ചോണ്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നുണ്ട്. അത് ചൂടാക്കി എടുത്താൽ മതി. ആദ്യമായിട്ടാണ് ഞാൻ ഇച്ചിരിക്കോളം വെക്കണത്. അപ്പോൾ ആരൊക്കെയോ വന്നിട്ട് കമൻറ്റ് ചെയ്യാനുണ്ടായിരുന്നു, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിന് മാത്രം കറികളൊക്കെ വാങ്ങിച്ച് കൂട്ടണത്, നോമ്പെടുക്കുന്ന ആൾക്കാരാണ് ഇത്രയും കറികളൊക്കെ വാങ്ങണത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നോമ്പെടുക്കുന്ന ആൾക്കാരും നോമ്പെടുക്കാത്ത ആൾക്കാരും ക്രിസ്മസും ഈസ്റ്ററൊക്കെ വരുമ്പോൾ ഇതേപോലെ കറികളൊക്കെ വാങ്ങിച്ച് ആഘോഷിക്കാറുണ്ട്. അതാണ് നമ്മുടെ പതിവ്. അറിയാത്ത ആൾക്കാരായിരിക്കാം ഇതുപോലത്തെ കമൻറ്റ് ഇടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ എന്താണ് അപ്പോൾ ഞാൻ മീനൊക്കെ വറക്കാൻ വേണ്ടി അടുപ്പത്തോട്ടാക്കിയേ. വിടാനായിട്ട് വറക്കാനുള്ള സ്ഥലമില്ല അതിൽ. മീൻ വറക്കാൻ വേണ്ടിയിട്ടേ അടുപ്പത്തിട്ടുണ്ട്. 2 പറ്റുള്ളൂ ഇതിൽ വറക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞിച്ചട്ടിയായിട്ട് പതിയെ വറക്കാറ്. പിന്നെ എല്ലാം കൂടി ഇട്ട് വറുത്ത പൊടിഞ്ഞും പോവും. അപ്പോൾ സവോളൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ആണ് അധികം ചേർക്കണത്. പിന്നെ ഗരം മസാലപ്പൊടി, മുളക് പൊടി ഇച്ചിരിക്കോളം, തക്കാളി ചേർക്കണം, തേങ്ങാപ്പാൽ ചേർക്കണം. ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴണ്ട് വിട്ടിട്ടാ. മിക്സിയിൽ അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം. ഞാനിപ്പോൾ വെറുതെ അരിഞ്ഞിട്ട് ധൃതി പണി ചെയ്തുകൊണ്ട് ചെറിയ തീയിൽ അവിടെ കിടന്ന തക്കാളി ആ ഉടഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. താറാവിന് ചേർത്ത് കൊടുക്കാം. താറാവ് കറിക്ക് വേണ്ട സവോളയൊക്കെ വേണ്ടി വന്നപ്പോഴത്തേക്ക് എൻ്റെ തൊട്ട് തക്കാളിയും പൊടികൾ മൂപ്പിച്ച ശേഷം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ തീയിലാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ കിടന്ന് നന്നായിട്ട് തക്കാളി കുടഞ്ഞ് വരട്ടെ. ആ നേരം കൊണ്ട് ഞാൻ എരിവറച്ചി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ വറക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ പുറത്ത് അടപ്പിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നല്ല കാറ്റ്, ഗ്യാസ് ഇങ്ങനെ കെട്ട് കിടക്കുന്നു. ഞാൻ വേഗം തന്നെ അത് ഓഫാക്കി കേട്ടോ. എന്നിട്ട് അടിയിൽ സിലിണ്ടർ ഓഫാക്കിയിട്ട് നേരെ ചട്ടിയും പൊക്കി പിന്നെയും പെരളാത്തോട്ട് വന്നിട്ട് പിന്നെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ആ ചിക്കനൊക്കെ വറുത്തത്. പിന്നെ നമ്മുടെ താറാവ് കറി ഏകദേശം ആയപ്പോഴത്തേക്ക് അതിനകത്തോട്ട് നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചിക്കനും ഒക്കെ വറുത്ത് മാറ്റി, മീനും വറുത്ത് മാറ്റി. ഇനി നമ്മൾ പോർക്കാണ് കേട്ടോ വെക്കാൻ വേണ്ടി പോണത്.
വന്നത്. അപ്പോൾ അതേ പോർക്ക് നമ്മൾ മസാലയൊക്കെ തട്ടിപ്പൊത്തി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ ഇനി വരട്ടാൻ വേണ്ടി പോണേണ്. അപ്പോൾ അതേ ചട്ടിക്കകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതുപോലെ തന്നെ ഉള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് കുറച്ച് ഉള്ളി അധികം എടുത്തിട്ടുണ്ടേ. കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുത്തു. നമ്മൾ ബാക്കി വെച്ച് ആ നേർപകുതി പൊടി ഇതിലോട്ട് ചേർത്തിട്ട് മൂപ്പിച്ച് നമ്മൾ വേവിച്ചിരിക്കുന്ന പോർക്കും പിന്നെ അതിനകത്ത് അവസാനം ഞാനൊരു ഇച്ചിരി കൂർക്കയും കൂടി ഇട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ തട്ടിക്കൊടുത്ത് ഇനി നന്നായിട്ട് വരട്ടിയെടുക്കാം. തീ ഓഫാക്കുന്നതിന് മുന്നേ കുറച്ച് ഗരം മസാലപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി അങ്ങോട്ട് വെതറി കൊടുക്കുമ്പോൾ നമ്മുടെ പോർക്ക് വരട്ടിയത് സൂപ്പർ റെഡിയായി. പിന്നെ ചീനച്ചട്ടിയും പിന്നെ വരട്ടാൻ പറ്റിയ ചട്ടി ഒന്നും ഒഴിവില്ല. വേഗം തന്നെ നമ്മുടെ മീൻകറി വയ്ക്കണം മൺചട്ടി ഇങ്ങോട്ട് പൊക്കിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ദേ ഉള്ളിയും സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നമ്മുടെ കിടാവിറച്ചിനെ വരട്ടണില്ല, ഇങ്ങനെ ഉലർത്തിയെടുക്കാൻ പോണെന്ന് പറയില്ലേ. എനിക്ക് ഈ ഉലർത്തി എന്ന് പറയാൻ കിട്ടില്ല കേട്ടോ. ഈ ഒലത്തിയെടുത്തെന്ന് പറയാനേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഒലത്തിയെടുക്കാൻ വേണ്ടി പോകണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ തേങ്ങാക്കൊത്ത് അതിൽ കിടന്ന് ഒത്തിരി മൂത്ത് വരട്ടെ. പിന്നെ ഞാൻ ആ സവോളയൊക്കെ വഴണ്ടതിനകത്തോട്ട് ഒരു സ്പെഷ്യലായിട്ട് ഇച്ചിരി ചേർക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചതച്ച മുളകാണ് കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചതച്ച മുളകും കൂടി ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കിടാവിറച്ചിക്ക് അധികം വേവൊന്നും ഇല്ലേ, അപ്പോൾ അതും കൂടെ അങ്ങോട്ട് തട്ടിക്കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൂട്ടി ആ മസാലയൊക്കെ അതിൽ പിടിക്കാനെടുത്തോളം ഒന്ന് ഇളക്കിയിട്ട് അത് ഇച്ചിരി അടപ്പത്തിരുന്ന് ഇങ്ങനെ വന്ന് അതിൻ്റെ വെള്ളമൊക്കെ വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫാക്കാം. ഒരുപാട് ഡ്രൈ ആയിട്ടൊന്നും എടുക്കണില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒലത്തി എടുക്കണ പോലെയാണ് ചെയ്യാൻ പോണത്. പിന്നെ ഈ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ അക്ഷരത്തെറ്റ് വശപ്പിച്ചൊക്കെ വരും കേട്ടോ, ക്ഷമിക്കണമേ. അപ്പോൾ അതേ നമുക്കിനി ഒഴിച്ച് കൂട്ടാൻ വേണ്ടി വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ വേഗം തന്നെ ഇച്ചിരി മോര് കാച്ചാൻ വേണ്ടി പോകണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പോർക്കിൻ്റെ ചട്ടി ഞാനെടുത്ത് പുറത്തോട്ടല്ല ചട്ടി എടുത്ത് അടപ്പത്ത് നിറക്കി വെച്ചിട്ടുണ്ട്. ഇത് മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയൊക്കെ ഇട്ട് ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് നേരിയ മഞ്ഞൾപ്പൊടിയും നേരിയ മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ച് നമ്മുടെ തൈരില്ലേ, തൈരിന് ഞാൻ സമം പോലെ വെള്ളം കൊടുക്കും കേട്ടോ ഞാൻ. എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലോട്ട് ഒഴിച്ച് കൊടുക്കും. ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ തീ ഓഫാക്കും. തിളയ്ക്കാൻ നിൽക്കരുത്, തിളക്കാനാ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഒരു പൊട്ടാനോ നിന്നിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ മോര് ചാറ് ഇങ്ങനെ പീര പോലെ കിടക്കും. അപ്പോൾ അതേ നമ്മുടെ കിടാവിറച്ചി ഒലത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോര് കാച്ചിയതും ഇത് ആയിക്കൊണ്ടിരിക്കണത്. ഒരാൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വല്ലതുമൊക്കെ എന്നൊക്കെ എത്തി നോക്കണതാണ് കേട്ടോ ഈ കാണുന്നത്. അമ്മ കുറേ നേരം ആയാലും അടുക്കള കിടന്ന് വിരകണത് ഒന്നും ആയില്ലേ എന്നൊക്കെ തിരക്കാൻ വേണ്ടി വന്ന വരവാണത്. അപ്പോൾ എല്ലാ കറികളും ആയിട്ടുണ്ട്. പിന്നെ സകല പാത്രങ്ങളും എടുത്തിട്ട് കഴുകണം കേട്ടോ. ഇതും കൂടി അങ്ങോട്ട് കഴുകി വെച്ചതേ അവർക്ക് എല്ലാവർക്കും ചോറും കൊടുത്ത് ഞാനും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാനൊരൊറ്റ കിടപ്പങ്ങോട്ട് കിടക്കാം കേട്ടോ. കാരണം എനിക്കിന്ന് അയ്യോ ഒന്നും പറയണ്ട, എനിക്ക് മറ്റേ സാധനമായിരുന്നു ഇന്ന്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്നിട്ട് ഞാൻ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വറുത്തതും പോർക്കും കൂർക്കയും പിന്നെ നമ്മുടെ തേങ്ങ കൊത്തിട്ടൊലത്തിയ കിടാവിറച്ചിയും താറാവ് കറിയും എരിവിറച്ചിയും പിലോപ്പി വറുത്തതും മോര് കാച്ചിയതും ഒക്കെ ആയിട്ടുണ്ട്. അങ്ങനെ വേഗം ചോറ് വിളമ്പണയാണ് കേട്ടോ. ഞാനും കൂട്ടത്തിലിരിക്കുവേ. ഇത്രയും കറികളൊക്കെ വെച്ചെങ്കിലും നമ്മ ഇതിപ്പോൾ ഇന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്നും തിന്ന് തീർക്കൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നാളെ ഉണ്ടാകും മറ്റന്നാളും ഉണ്ടാകും, ചൂടാക്കി ഇങ്ങനെ കഴിക്കും. ഇതിപ്പോൾ ഉച്ചക്കും പിന്നെ രാത്രിയും കഴിക്കും. ഉച്ചക്ക് കഴിക്കുമ്പോൾ തന്നെ ഒരു പരിവാവും, പിന്നെ രാത്രി കഴിക്കാൻ വേണ്ടി മടിയായിരിക്കും കേട്ടോ. രാത്രി ചിലപ്പോൾ ഞങ്ങളൊന്നും ചോറേ തിന്നൂല. ചിലപ്പോൾ ചേട്ടനൊക്കെ ഇച്ചിരി തിന്ന് ഞാനൊന്നും ഒട്ടും തിന്നൂല കേട്ടോ. നമുക്കിതിപ്പോൾ എല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് വെച്ച് വിളമ്പുമ്പോഴില്ലേ ഇത്രയൊക്കെ വെച്ച് വരുമ്പോൾ നമുക്ക് തിന്നാനുള്ള ആ ഒരു ഇത് പോകും അല്ലേ. അത് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. എല്ലാം കൂടെ വെച്ച് ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മൾ തനിയെ വെക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വെച്ച് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട്